ജെയിംസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തതും അവസാനത്തതുമായ വീഡിയോയാണ്. നാല് ദിവസത്തെ തായ്ലാൻഡ് ട്രിപ്പിൽ മൂന്നാം ദിവസമായ ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പട്ടായയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന അയാര ഗ്രാൻഡ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുകയാണ്. പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്കാണ് യാത്ര. സഫാരി വേൾഡും മറൈൻ പാർക്കും ഒക്കെ സന്ദർശിക്കുകയാണ് ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾ സഫാരി വേൾഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻട്രൻസിലേക്കുള്ള പാസൊക്കെ ഗൈഡ് പതിവ് പോലെ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്യുകയാണ്. ധാരാളം സ്കൂൾ കുട്ടികൾ ദിവസേന ഇവിടെ സന്ദർശിക്കാറുണ്ട്. ആദ്യമായി സഫാരി വേൾഡിലുള്ള മറൈൻ പാർക്കിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. എൻട്രൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കടക്കുന്നത് വളരെ മനോഹരമായ ചെടികൾ കൊണ്ട് തണലൊരുക്കിയ ഒരു ഫുട്പാത്തിലൂടെയാണ്. തത്തയുടെ ഇനത്തിൽപ്പെട്ട വലിയ മക്കാവകളൊക്കെ കൂടുകളില്ലാതെ സ്വതന്ത്രമായി വിരഹിക്കുന്നു. ഞങ്ങളുടെ ടീമിനെ കൂടാതെ ധാരാളം ഇന്ത്യൻസും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മലയാളികളെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1989 ഈ സഫാരി വേൾഡ് ഓപ്പൺ ആകുന്നത്. 200 ഏക്കറാണ് ഈ പാർക്കിൻ്റെ വിസ്തീർണം. സഫാരി വേൾഡ് പബ്ലിക് ലിമിറ്റിൻ്റെ അണ്ടറിലാണ് ഈ പാർക്ക്. തായ്ലാൻഡ് ടൂറുകാർക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ സഫാരി വേൾഡ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ടൂർ കമ്പനിക്കാരും പാക്കേജിൽ സഫാരി വേൾഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണപാനീയങ്ങൾ ഇതിനുള്ളിൽ അലൗഡ് അല്ല. എല്ലാം ഇതിനുള്ളിൽ അവൈലബിൾ ആണ്, പുറത്തേക്കാൾ വില കൂടുതലാണെന്ന് മാത്രം. ഫുഡും ഡ്രിങ്ക്സും മാത്രമല്ല, മറ്റനേകം ഷോപ്പിംഗ് സ്റ്റോളുകളും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദിവസേന ധാരാളം ഷോകളാണ് ഇതിനുള്ളിൽ നടക്കാറുള്ളത്. ഞങ്ങൾ ആദ്യമായി കാണാൻ പോകുന്നത് ഒറാൻഗുട്ടൻ ഷോയാണ്. ഓരോ ഷോകളും ദിവസേന പലതവണ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഷോയ്ക്കും ഇതേപോലെ ധാരാളം മൊബൈൽ കച്ചവടക്കാരുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ പ്രേക്ഷകരായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല രാജ്യങ്ങളിൽ നിന്നും പല പാക്കേജുകളിലായിട്ട് വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് ആയിരക്കണക്കിന് കപ്പാസിറ്റിയുള്ള ഈ സ്റ്റേഡിയമൊക്കെ ഏറെക്കുറെ നിറയാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. അങ്ങനെ ഷോ തുടങ്ങുകയായി, നമുക്ക് കണ്ടു നോക്കാം. You're handsome. Okay. Hey, bro. Give me your hand. Okay, good. Hey, bro. What's up? Oh my god. ไอ้คุณคนเตะ
Ladies and gentlemen, please check the ground before we release our main show in our. അങ്ങനെ ഒറാൻകുട്ടൻ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനുള്ളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഫുട്പാത്തിൻ്റെ സൈഡുകളിലൊക്കെ ഇതേപോലെ പല കാഴ്ചകളും കാണാം. ഈ കാണുന്നത് മാമലനത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. ഈ കാണുന്ന ഭീകരരൂപം പോലെയൊന്നുമല്ല, അത് മനുഷ്യരുമായിട്ട് വളരെ ഇണങ്ങുന്ന സോഷ്യലായിട്ടുള്ള ഒരു ജീവിയാണ്. ഇനി നമ്മൾ അടുത്ത ഷോയിലേക്ക് നടന്ന് നീങ്ങുകയാണ്. എലിഫന്റ് ഷോയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പ്രേക്ഷകരൊക്കെ എത്തിത്തുടങ്ങിയതേ ഉള്ളൂ. ഈ മൈക്കിലൂടെ ഓഡിയൻസിനെയൊക്കെ നിയന്ത്രിച്ച് ഇരുത്തുകയാണ്. ചില്ലകൾ കോതിയ ഒരു പടുകൂറ്റൻ മരത്തിൻ്റെ രൂപം ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. സ്റ്റേഡിയം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഷോ തുടങ്ങാൻ സമയമായി. നമുക്ക് കണ്ടു നോക്കാം. Today has special promotion for everyone. This picture is for sale, just only ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പൈ വാർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ എനിക്കറിയില്ല. ശരിക്കും ഒരു ഹോളിവുഡ് പടം കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുക. ആക്ച്വലി ഇതൊരു സ്റ്റണ്ട് ഷോയാണ്. സ്റ്റണ്ട്, ഷൂട്ടിങ്, ബോംബ് ബ്ലാസ്റ്റ്, ബോട്ട് ചേസിങ്, അങ്ങനെ ഒരു ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന പല സംഭവങ്ങളും നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാം.
ഇതിനുള്ളിൽ കയറി സീറ്റ് പിടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഫ്രണ്ട് റോയിൽ ഒരു 5-6 റോയിൽ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. അതിന് തയ്യാറുള്ളവർ അവിടെ ഇരുന്നാൽ മതി എന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആൾക്കാർ അവിടെ കയറിയിരിക്കും, പണി വാങ്ങിക്കും. ആ ഒരു കൊച്ചുകുട്ടി ഇതൊക്കെ കണ്ട് ഭയന്ന് നിലവിളിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാം മതിമറന്ന് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സ്പൈ വാർ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു ഇത്. പക്ഷേ ഞാൻ എൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ സൈഡിലുള്ള ഫ്ലെമിംഗോസിനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ചിനായിട്ട് നടക്കുകയാണ്. സഫാരി വേൾഡിന് ഉള്ളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ബ്ലോസം റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനസ്സും വയറുമൊക്കെ നിറയും. കണ്ടു നോക്ക്. ബൊഫേ ലഞ്ചാണ്. നമുക്ക് ഇനി ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് ശേഷം പുറത്തിറങ്ങി അടുത്ത ഷോ ലക്ഷ്യമാക്കി നടക്കുകയാണ്. വിശ്രമമില്ലാതെ തന്നെ. വിശ്രമിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോയുടെ എണ്ണം കുറയും, ഷോകളുടെ എണ്ണം കുറയും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ലിമിറ്റഡ് ടൈമിൽ മുഴുവൻ ഷോകളും കവർ ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഡോൾഫിൻ ഷോയാണ്. ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഗ്യാപ്പിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സോങ്സും അതേപോലെ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ഹിന്ദി സോങ്സും ഒക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും ഷോയിലേക്ക് കടക്കാം.
അതിമനോഹരമായ ഒരു ഡോൾഫിൻ ഷോയ്ക്ക് ശേഷം നമ്മൾ അടുത്ത ഷോയിലേക്ക് നീങ്ങുകയാണ്. സീ ലയൺ ഷോ ആണ് അടുത്തത്. ഞാൻ ഈ എല്ലാ ഷോയുടെയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അതിലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിലെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനിയും നമുക്ക് ഷോയിലേക്ക് കിടക്കാം. അടുത്തതും ഒരു സ്റ്റണ്ട് ഷോ ആണ്. ഇത് വെസ്റ്റേൺ കൾച്ചർ സ്ട്രീറ്റുകളിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്. അങ്ങനെ സ്റ്റണ്ട് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ രാജാവിൻ്റെ ചിത്രമാണ് ഇവിടെ മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ പോകുന്നത് ഒരു ബസ് സഫാരിക്കാണ്. വിവിധ തരത്തിലുള്ള അനേകം പക്ഷികളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ആവസിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സൂ അല്ലെങ്കിൽ ഒരു നിർമ്മിത വനത്തിനുള്ളിലൂടെയാണ് നമ്മൾ നമ്മുടെ ബസ്സിൽ സഞ്ചരിക്കുന്നത്. പ്രൈവറ്റ് വാഹനങ്ങളിൽ നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാം, പക്ഷേ കുറച്ച് നിബന്ധനകൾ ബാധകമാണ്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഗ്ലാസ് താക്കാൻ പാടില്ല, ഫീഡ് ചെയ്യാൻ ആനിമൽസിനെ അല്ലെ പക്ഷികളെ ഫീഡ് ചെയ്യാൻ പാടില്ല, കുറേ നേരം വണ്ടി നിർത്തിയിടാൻ പാടില്ല, മൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത്, അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ. കണ്ടില്ലേ, സിംഹങ്ങളാണ് ഇവിടെ ഓപ്പണായിട്ട് നടക്കുന്നത്. നമ്മളെയോ നമ്മുടെ ബസ്സോ ഒന്നും അതുങ്ങൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മൾ മുമ്പ് ജിറാഫിനെയൊക്കെ കണ്ട ഏരിയയും ഈ ഏരിയയും തമ്മിൽ, ഈ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഏരിയയും തമ്മിൽ ഫെൻസ് വെച്ച് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനം കടന്നു വരുന്ന സമയത്ത് മാത്രം ഫെൻസിൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്തു തരുന്നതാണ്. വളരെ സേഫായിട്ടും നീറ്റായിട്ടുമാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്.
അവിടെയായിട്ട് ഇവരുടെ സ്റ്റാഫുകൾ ജിപ്സിയിൽ സേഫ്റ്റിക്ക് വേണ്ടി സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബസ് സഫാരിയോടുകൂടി തൽക്കാലം സഫാരി വേൾഡിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ബാങ്കോക്കിലുള്ള ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണ്. റോയൽ ബെഞ്ച എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. 4 സ്റ്റാർ ഹോട്ടലാണ്. നല്ല സ്പേഷ്യസ് ആയ നീറ്റായിട്ടുള്ള റൂംസും വാഷ്റൂമും ഒക്കെയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുറത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ദക്ഷിൻ എന്നു പേരുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഒരു മലയാളിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. ഡിന്നറിന് ശേഷം ഭക്ഷണത്തിൻ്റെ നിലവാരമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ഞങ്ങളോട് ചോദിച്ചു. ശരിക്കും നമ്മുടെ തനി നാടൻ മീൽസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. അതിനുശേഷം വളരെ ടയേർഡായ ഞങ്ങൾ നല്ലൊരു ഉറക്കം പ്രതീക്ഷിച്ച് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ഫ്രഷായി. ഞങ്ങളുടെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള ബാങ്കോക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ രാവിലെ 7 മണിയായി. 8:30യോടുകൂടി ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള, ഇന്നത്തെ യാത്രയ്ക്കായി പിക്ക് ചെയ്യാനുള്ള ബസ് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിരിക്കാം എന്ന് കരുതി റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയാണ്. ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻ്റാണ്. സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ സ്റ്റാൻഡേർഡും നീറ്റ്നെസ്സും ഒക്കെ റെസ്റ്റോറൻറ്റിലും പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 8:30 തന്നെ ഞങ്ങളുടെ ബസ് എത്തിച്ചേർന്നു. ഞങ്ങൾ അതിൽ കയറി ബാങ്കോക്ക് സിറ്റിയിലൂടെ പുരാതന നഗരം അഥവാ പ്രാചീന നഗരം എന്നൊക്കെ അർത്ഥമുള്ള ഏൻഷ്യൻ സിറ്റി എന്ന ഒരു സ്ഥലത്തേക്ക്, എന്ന ഒരു സിറ്റിയിലേക്ക്, ഒരു ടൂറിസ്റ്റ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് അങ്ങനെ തായ്ലൻഡിനെ പറ്റിയുള്ള വിവരണങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലുടനീളം കിടിലൻ റോഡുകളും അമ്പരചുംബികളായ കെട്ടിടങ്ങളുമാണ് കാണുന്നത്. എങ്കിലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ചേരികളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മളുടെ ടൂർ മാനേജർ ഇടയ്ക്കിടെ മലയാളത്തിൽ വിവരണങ്ങൾ തരുന്നുണ്ട്. ആളുടെ പേരാണ് ഭൂമിപോൽ അതുല്യതയില്. ഇവിടുത്തെ ഒരു എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റുള്ള രാജാവായിരുന്നു. ബാങ്കോക്ക് സിറ്റിയുടെ നടുവിലൂടെ ഒഴുകുന്ന വളരെ പ്രാധാന്യമുള്ള വലിയൊരു നദിയാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ചാവോ ഫ്രയ. അങ്ങനെ നമ്മൾ ഏൻഷ്യൻ സിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ടൂർ മാനേജർ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഇതേ സ്പോട്ടിൽ ഇത്ര മണിക്ക് തിരിച്ചെത്തണം എന്നുള്ള നിർദ്ദേശം നൽകി എല്ലാവരെയും അവിടെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ നിന്നും ഓരോ കൂട്ടരും അവരവരുടേതായ താല്പര്യമുള്ള ദിശകളിൽ സഞ്ചരിച്ച് കാഴ്ചകൾ കാണാം എന്ന് തീരുമാനിച്ചു. 200 ഏക്കറിൽ പരന്നു കിടക്കുന്നത് കൊണ്ട് നടന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കോണ് പോലും കാണാൻ സാധ്യമല്ല. ഈ 200 ഏക്കറിലും ഇതേപോലെ മനോഹരമായ വ്യത്യസ്തങ്ങളായ നിർമ്മിതികളാണുള്ളത്. ആകാശക്കാഴ്ചയിൽ തായ്ലാൻഡ് രാജ്യത്തിൻ്റെ രൂപത്തിലാണ് ഈ സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കാണണമെന്നൊരികിൽ നമുക്ക് പുറത്ത് പല ടൈപ്പ് വാഹനങ്ങൾ, സൈക്കിൾ മുതൽ 2 പേർക്കും 4 പേർക്കും 6 പേർക്കും ഒക്കെ പോകത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ ഇലക്ട്രിക് വാഹനങ്ങൾ റെൻറ്റിന് അവൈലബിൾ ആണ്. എന്തായാലും നമ്മുടെ ടീമിന് അതിനുള്ള സമയമില്ല.
അനുവദിച്ച ടൈമിനുള്ളിൽ നടന്ന് കാണാവുന്ന അത്രയും സ്ഥലം കണ്ട് തിരികെ എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സത്യത്തിൽ ഇതൊരു പാർക്ക് കൂടിയാണ്, മ്യൂസിയം പാർക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം പാർക്കുകളിൽ ഒന്നെന്ന് തന്നെ പറയാം. 1972 കാലഘട്ടങ്ങളിൽ അന്നത്തെ രാജാവായിരുന്ന കിങ് രാമ 4-നും ക്യൂൻസ് എലിസബത്ത് രാജ്ഞിയും കൂടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ സൈസിലുള്ള മണികൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ ഓരോ മണിക്കും വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളാണ് ഉള്ളത്. ഇവിടെ എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരങ്ങളായ വ്യത്യസ്തമായ ദൃശ്യങ്ങളാണുള്ളത്. നമുക്ക് എത്ര വീഡിയോ എടുത്താലും ഫോട്ടോയോ സെൽഫിയോ ഒക്കെ എടുത്താലും നമുക്ക് മതിയാവില്ല. ഇത് ഒരു ബുദ്ധക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാം, പക്ഷേ പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഉണ്ട്. പാദരക്ഷകൾ പാടില്ല. എന്തായാലും ഞങ്ങളൊന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ വർണ്ണമാണ് ഇതിനുള്ളിൽ നിറയെ. ശ്രീബുദ്ധൻ്റെ സ്വർണ്ണ കളറുള്ള ഒരേപോലെയുള്ള പ്രതിമകൾ ധാരാളം നിരത്തി വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച നമുക്ക് റെന്റിനെടുക്കാവുന്ന പല തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഈ സിറ്റിയുടെ ഒരു സെക്ടറിലുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് ഇനി അടുത്ത സെക്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. റോഡുകളും ബ്രിഡ്ജുകളും ഫുട്പാത്തുകളും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് ഓരോ നിർമ്മിതികളും ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണാനില്ല. ഒരു കഷ്ണം പേപ്പറോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വേസ്റ്റിൻ്റെ പീസ് പോലും നമുക്ക് ഇവിടെ എവിടെയും കണ്ടെത്താൻ സാധ്യമല്ല. എങ്ങനെയാണ് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഇത്രയും വലിയ ഏരിയ ഇവരിങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ നാടും ഇതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ നാടിനും ഇതൊന്നും അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രവും കാണുന്നുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലാണിവിടെ. കുടയും തൊപ്പിയും കൂളിംഗ് ഗ്ലാസും കയ്യിലൊരു കുപ്പി വെള്ളവും ഒക്കെ നമ്മൾ കരുതിയിരിക്കണം. ഈ സിറ്റിയുടെ മനോഹാരിതയെക്കുറിച്ച് ഇനി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുക. അങ്ങനെ ഏൻഷ്യൻ സിറ്റിയോട് വിട പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നഗരത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു ഇന്ദിര സ്ക്വയർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടെ നമ്മളെ സ്വതന്ത്രമായിട്ട് പർച്ചേസിങ്ങിന് വിട്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ തായ്ലാൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതിനു മുമ്പ് ആൾക്കാർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വിട്ടിരിക്കുന്നത്. മറ്റ് ചില വിദേശ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ തായ്ലാൻഡിൽ സ്വല്പം വിലക്കുറവുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും വിലക്കുറവില്ല. സ്വല്പം കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ.
അങ്ങനെ ഞങ്ങൾ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ എയർപോർട്ടിലേക്ക് പോകാനുള്ള നമ്മുടെ ബസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ എയർപോർട്ടിനുള്ളിൽ പ്രവേശിക്കേണ്ടതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ പാർസലായിട്ടാണ് കമ്പനി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സമയം പോലെ സ്വസ്ഥമായി എയർപോർട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ടേക്ക് ഓഫിനായി. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. 3.5 മണിക്കൂറാണ് നാട്ടിൽ എത്തിച്ചേരാനുള്ള ഡ്യൂറേഷൻ. അങ്ങനെ ഇന്ത്യൻ സമയം ഏർലി മോർണിംഗ് 2 o'clock കൂടി ഞങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നല്ലൊരു തായ്ലാൻഡ് ട്രിപ്പിൻ്റെ ഓർമ്മകളായി ഇവർക്കിക്കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.